ജീവിതത്തിൽ മറ്റൊരു ഭാഗമായ ഒരു ക്യാമ്പിൽ കൂടിയാണ് നമ്മുടെ ഈ മത്സരം. മോർണിംഗ് വോളി ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കളി തുടങ്ങുമ്പോൾ ഓരോ ടീമിൽ 4-5 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ രാവിലെ 3-4 ടീമുകൾ കളിക്കുന്ന ലെവലിൽ നമ്മുടെ ഈ ടീം വളർന്നു കഴിഞ്ഞു. യുവാക്കളെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇച്ഛാശക്തിയുള്ള യുവാക്കളാണ് മാതാപിതാക്കളാണ്. പല സംഘടനയിൽ പ്രവർത്തിച്ച് നേതൃപാഠങ്ങൾ തെളിയിച്ച ആളുകളാണ് ഈ സംഘടനയിലും പറയുന്നത്. തീർച്ചയായും എല്ലാ ഒരു ലക്ഷ്യം ഉണ്ടായി. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായും അവർക്ക് ഈ നാടിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സത്യത്തിന് വേണ്ടി പോരാടുന്നു, ഒരു ധർമ്മത്തിന് വേണ്ടി പോരാടുന്നു ഒരു യുവതലമുറ. ആ യുവതലമുറയാണ് നമുക്ക്. കാരണം ആ യുവതലമുറയാണ് നാടിൻ്റെ എല്ലാവർക്കും രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നാട്ടുകളുടെ നേരെ കടന്നു കയറാൻ അപ്പുറത്താണ് വലിയ രാഷ്ട്രീയം. അർജുന എന്ന് പറഞ്ഞാൽ എത്രയോ മാറ്റം നിങ്ങളുള്ള ചെറുപ്പക്കാരെ വിശ്വാസം. ഈ നാടിൻ്റെ വിശ്വാസം നിങ്ങളെ എടുക്കണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം ആ പ്രവൃത്തി ഒരു മുതൽക്കൂട്ടായിട്ടും കൂട്ടായ്മകളും കൂടിയുടെ കൂട്ടായ്മകളുണ്ട്. എല്ലാവരും ആശംസകൾ. ആ കളിയെ വളരെ നല്ല രീതിയിൽ ജനിപ്പിച്ചെടുത്ത അന്നൂർ ഗേൾസ് സ്പോർട്സ് ഒരു ഉപകാരമായി ഇവിടെ നൽകുന്നു. വോളിബോളിന് വേണ്ടി ഓരോ കിലോമീറ്റർ നടന്നു പോയിട്ട് ചെറുപ്പയിൽ നടക്കുന്ന വോളിബോളിലേക്ക് തിരിച്ചു നടത്തുകയും അത്രയും വോളിബോൾ ഭ്രാന്തനാണ് എന്ന് പറയുന്നത്.